ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാസ്തയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നത് ഈ പാസ്തയാണ് കേട്ടോ. അതിനായി ഒരു ചിക്കൻ ബ്രസ്റ്റ് ചെറിയ ക്യൂബ്സായി മുറിച്ച് നന്നായി കഴുകി അതിലേക്ക് 1 സ്പൂൺ സോയാ സോസാണ് ചേർത്തത്. വീണ്ടും ഞാൻ ഉപ്പ് ചേർത്തില്ല. സോയാ സോസിൽ ചെറിയ ഉപ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ ഉപ്പ് ചേർത്തില്ല. പിന്നെ എടുത്തത് ഒരു 5 സോസേജാണ്. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പാസ്ത ഇട്ടു. 400 ഗ്രാം പാസ്തയാണ് ചേർത്തത്. അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നന്നായി തിളച്ചതിന് ശേഷം അതിനൊരു 5 മിനിറ്റ് വേവുണ്ട്. 5 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ ആ വെള്ളം ഊറ്റിയെടുത്തു. ഈ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ചിലർ വെള്ളത്തിലേക്ക് ഒലിവ് ഓയിൽ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഗുണം തോന്നിയിട്ടുള്ളത് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയിലേക്ക് അപ്പോൾ തന്നെ 1 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല. എനിക്ക് അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്തത്. ഇനി ഒരു പാത്രം വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ബട്ടർ ഇട്ടു. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ വറുത്തെടുത്തു. വറക്കുക മീൻസ് അതൊന്ന് വെന്താൽ മതി, ക്രിസ്പി ഫ്രൈ ആക്കുകയൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജോടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഞാൻ വളരെ കുറച്ച് ബട്ടറാണ് ചേർത്തിട്ടുള്ളൂ, കാരണം ഓവറോൾ വരുമ്പോഴത്തേക്കും നല്ല ബട്ടറിൻ്റെ ഒരു അംശം വരരുത് എന്നോർത്തുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബട്ടറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഞാൻ ഇച്ചിരി ഒലിവ് ഓയിൽ ചേർത്തു, കുറച്ച് ബട്ടർ ഇട്ടു. ആ ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടു. എപ്പോഴും ബട്ടറിൽ വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്യുമ്പോഴുള്ളൊരു അരോമയും ടേസ്റ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് ഡിഫറെൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും എറിച്ച് നിൽക്കും. നല്ല ടേസ്റ്റാണ് അതിന്. അതിലേക്ക് ഞാൻ ക്യൂബ്സായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ ഇട്ട് വെന്തതിന് ശേഷം, ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, വെന്തതിന് ശേഷം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി ഗ്രീൻ പീസ്, ക്യാരറ്റ്, സവോള എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും സോസേജും എല്ലാം ഇട്ട് ഇളക്കി ഈ പാസ്തയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാലും അതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവന്മാർക്ക് ഇഷ്ടം ക്രീമി പാസ്തയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ ആ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ടു. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്തു. ഇനി ഞാൻ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടത്. ഈ ചില്ലി ഫ്ലേക്സ് അവരവരുടെ എരിവിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഒരു 1.5 സ്പൂൺ ഒറിഗാനോയാണ്. അപ്പം ഞാനിവിടെ ഏകദേശം 1 സ്പൂണേ ഇട്ടുള്ളൂ. വീണ്ടും ഞാൻ ഒരു 1/2 സ്പൂൺ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 1.5 സ്പൂൺ ഒറിഗാനോയും ഒരു സ്പൂൺ തൈമുമാണ് ഞാൻ ചേർത്തത്. അപ്പം ഇതാണ് നമ്മുടെ പാസ്തയുടെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയാം. എൻ്റെ ടേസ്റ്റും നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നത് ഈ തൈമും ഒറിഗാനോയുമാണ്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു 4 സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ശരിക്കും അവിടെ ചേർക്കേണ്ടത് മൈദയാണ്. ഒറിജിനൽ റെസിപ്പിയിൽ അവർ ചേർക്കുന്നത് മൈദയാണ്. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് മൈദ കുറയ്ക്കാൻ വേണ്ടിയാണ് ഗോതമ്പ് പൊടി ചേർത്തത്. എനിക്ക് ടേസ്റ്റിലൊന്നും വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇവിടെ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ബട്ടറിലൊന്ന് നന്നായി സോട്ട് ചെയ്തതിന് ആ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു 3 കപ്പ് പാലൊഴിച്ചു. 3-4 കപ്പ് പാലൊഴിക്കാം. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ സോൾട്ടും ഇട്ട് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കുക. കുഞ്ഞുങ്ങളുടെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, ആ പാകം വരെ വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു ക്രീമി ടെക്സ്ചർ അതിന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ചേർത്തത്. അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അതില്ലേലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി ഞാൻ അതിലേക്ക് ചേർത്തത് ഒരു 1/4 കപ്പ് മോസറല്ല ചീസാണ്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ. ഇനി അതിലേക്ക് ഞാനൊരു പച്ച ക്യാപ്സിക്കം വഴറ്റിയപ്പോൾ പച്ചക്കറിയുടെ കൂടെ ഞാൻ ചേർത്തില്ല, കാരണം അതൊരു ചെറിയ ക്രഞ്ചി ആയിട്ട് കിട്ടണം. ഒരുപാട് വെന്തോ അലിഞ്ഞു ചേരേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ സോട്ട് ചെയ്തതിട്ടു, ചിക്കനും സോസേജും സോട്ട് ചെയ്തതിട്ടു, വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും ഇട്ടു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ രാവിലെ ചെയ്തിട്ട് എങ്ങനെ പിള്ളേരെ വിടാനാണ്. പക്ഷേ ഈ പ്രോസസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തലേ ദിവസം ചെയ്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോടെ ചേർത്ത് ചൂടാക്കിയാൽ മതി. അത് വീണ്ടും മെൽറ്റ് ചെയ്ത് കിട്ടും. ഇവർക്ക് രാവിലെ 6 മണിക്ക് ബസ് വരുന്നത് കൊണ്ട് രാവിലെ ഇതെല്ലാം ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പം ഞാൻ എല്ലാം ചെയ്ത് ഫിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ
എടുത്ത് കുറച്ച് പാല് ചേർക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവർക്ക് ഒത്തിരി ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാല് ചേർത്ത് ഞാൻ ഇളക്കി. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഞാനിത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റുന്നു. മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മോസറല്ല ചീസോടെ ഇട്ടിട്ട് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ 3 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം വലിഞ്ഞു പോകും. അപ്പം നമുക്ക് എയർ ഫ്രയർ ഇല്ല അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ച് ഇല്ല എന്നുള്ളൊരു വിഷമിക്കേണ്ട. ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാൽ അധികം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. രാവിലെ ആവിയിൽ വരുന്ന വെള്ളം കൂടെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിള്ളേർക്ക് എന്നും കൊടുത്തു വിടുന്ന ഫുഡിനെക്കാട്ടിലും ഒരു വെറൈറ്റി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ പച്ചക്കറികളെല്ലാം ആഡ് ചെയ്താലും അവർക്ക് പച്ചക്കറി കഴിക്കുന്നുണ്ട് എന്നൊന്നും മനസ്സിലാവുകയും ഇല്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവർ പോലും ചിന്തിക്കണേ ഇത്രയും പച്ചക്കറി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ആയിട്ടൊരു ഫുഡ് ലഞ്ചിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ നല്ലൊരു ഫുഡാണ്. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അവർക്ക് സെക്കൻഡ് ബ്രേക്കിനായിട്ട് കൊടുത്തു വിടുന്നത് സ്വീറ്റ് മെലണാണ്. അപ്പോൾ അവർക്ക് 2 ബ്രേക്കിലേക്കുള്ള ഫുഡായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.